ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് പുറത്തിറങ്ങി നോക്കിട്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും തിടുക്കമായിരുന്നല്ലോ വിളിച്ചു പറയാൻ. അല്ല അത് പിന്നെ താനേ ഇപ്പൊ തന്നെ അമ്മയെ വിളിക്കും. ആ വരുന്ന ഇവിടെ നിന്ന് പറ. ഹലോ. ആ അമ്മ സൂര്യ, അമ്മ എന്തിനാ വരുണ്ണ അന്വേഷിച്ചത്? അന്വേഷിച്ചത് എന്തിനായാലും അവൻ അവിടെ ഇല്ലല്ലോ. അവൻ എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവൻ ഇവിടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിന്നും എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. നീ കള്ളം പറയണ്ട സൂര്യ. വരുണ്ണെ കാണാനില്ലെന്ന് പറഞ്ഞത് കൽപ്പനയല്ലേ? ഞാൻ കൽപ്പനയ്ക്ക് കൊടുക്കാം. അമ്മ കൽപ്പനയോട് ചോദിക്കും. പറ. കൽപ്പന, സോറി അമ്മ, വരുൺ ഇവിടെ ഉണ്ട്. അവൻ ഗസ്റ്റ് ഹൗസിന്റെ ഉമ്മറത്തായതുകൊണ്ട് ഞങ്ങളെ കണ്ടില്ല. ഇപ്പൊ ആരാ നിന്നെ വിളിച്ചത്? വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ട്. ഇപ്പൊ എല്ലാവരുടെ സംശയം മാറിയല്ലോ. അതോ ഇനി എന്തെങ്കിലും തെളിയിക്കാനുണ്ടോ? അമ്മ, ഇതിലെന്താ ചതിയുണ്ട്? വരുൺ തന്നെ ഈ സമ്മാനം കൊടുത്തെന്നതിൽ എനിക്കൊരു സംശയമില്ല. ദേ നോക്ക്, കുറച്ചു നേരമായി നിന്റെ ഒരു സംശയത്തിന്റെ പേരില് ഈ കുട്ടിയെ നീ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാല് എല്ലാരും ഇവളോട് മാപ്പ് ചോദിക്കേണ്ടതാ. പാതിരാത്രിക്ക് ഒരു കൂട്ടര് ശബ്ദം കേട്ടു, വേറൊരുത്തി തെളിവ് കണ്ടുപിടിച്ചു. നാണോ ഇല്ലേ നിങ്ങൾക്കൊക്കെ? രാധിക മോൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതേ ഞാനാ. ഇനിയും നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിലേ നാളെ രാവിലെ ഇത് വാങ്ങിച്ച സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു പോവാം. അപ്പൊ നിന്റെ സംശയം മാറുമല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? മനസ്സറിയാത്ത കാര്യത്തിന് ഞാൻ എന്തിനെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? പോട്ടെ മോളെ, നമ്മള് ദൈവങ്ങൾക്ക് മുമ്പില് ചില വ്രതം എടുക്കാറില്ലേ, ചില ത്യാഗങ്ങൾ ചെയ്യാറില്ലേ? അതൊക്കെ അവസാനിക്കുന്നത് വലിയ ചില നന്മയിലേക്കല്ലേ? ഇതും അങ്ങനെ കൂട്ടിയാ മതി. ഇതും നിന്റെ നന്മയിലേ അവസാനിക്കും.